നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. PV അൻവറിന് ലീഗിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ആലോചിച്ചിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ ഉന്നയിച്ചത് ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ UDF ഏറ്റെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. കാസർഗോഡ് പുലിക്കുന്നിലെ അറ്റകുറ്റപ്പണി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കും. ദുരിതമൊഴിയാതെ യാത്രക്കാരും ഡ്രൈവർമാരും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കൊഴക്കേസ് വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഒക്ടോബർ 5 മാറ്റി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂടംകല്ല് ചിറംകടവ് സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം നടത്തി. വാർത്തകൾ വിശദമായി. PV അൻവറിന് ലീഗിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ആലോചിച്ചിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കോൺഗ്രസുമായി കൂടിയാലോചന നടത്തി മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. കൊലക്കേസ് പൂഴ്ത്തിവെച്ചും സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയും ഭരണം തുടരുന്ന അവസ്ഥയാണുള്ളതെന്നും അൻവർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ UDF ഏറ്റെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി കാസർഗോഡ് പറഞ്ഞു. ഇതിനൊക്കെ ഉള്ള പരിഹാരം കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടക്കുന്ന ദുർഭരണം, അവർ തന്നെ ഇപ്പോൾ പുറത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേണ്ടാത്ത ഭരണം, കൊള്ളരുതാത്ത ഭരണം, അത് അവസാനിക്കല്ലേ വേണ്ടേ? അത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് UDFനെ അധികാരത്തിലേറ്റലാണ്. UDFനെ അധികാരത്തിലേറ്റിയാൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉണ്ടായിരുന്ന അതുപോലെ തന്നെ കേരളത്തിലെ എണ്ണപ്പെട്ട നല്ല ഗവൺമെൻറ്റുകളുടെ കാലം തിരിച്ചു വരും. അതാണ് ഇതിനൊക്കെയുള്ള സൊല്യൂഷൻ. അന്നൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇന്നിപ്പോൾ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു കാലത്തും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പറയുന്നത് ആരായിരുന്നാലും ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉള്ള ആൾ പുറത്ത് വന്ന് ഇത്ര ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും. വളരെ ജനങ്ങളെ അങ്ങേയറ്റം ബാധിക്കുന്ന കാര്യങ്ങളാണ്. കാരണം പോലീസിൽ തന്നെ ഒരു വിഭാഗം മുതൽ കൊള്ളയടിക്കുന്നു, പണം വാങ്ങി അതൊരു വ്യവസായമാക്കി ഒരു കച്ചവടമാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ. അതുപോലെ തന്നെ പല കൊലക്കേസുകളും ബാക്കിയുള്ളതൊക്കെ പൂഴ്ത്തിവെക്കപ്പെടുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ്. അത്തരം കാര്യങ്ങൾ UDF ചർച്ച ചെയ്യും. 4-ാം തീയതി അസംബ്ലി തുറക്കുകയാണ്. ഞങ്ങൾ UDF യോഗം ചേരുന്നുണ്ട്. UDF യോഗം ചേർന്നിട്ട് ഇപ്പോൾ ഈ പബ്ലിക്കായിട്ട് വന്ന വിഷയങ്ങൾ, പബ്ലിക്കിൽ വന്ന വിഷയങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്യും. വളരെ വിശദമായി ചർച്ച ചെയ്തിട്ട് അതിൽ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. പ്രക്ഷോഭം നടത്തേണ്ടത് പ്രക്ഷോഭം നടത്തും. അതുപോലെ തന്നെ ലീഗലായിട്ട് പോകേണ്ടത് ഞങ്ങൾ ലീഗലായിട്ട് പോകും. അത് വേറൊരു കാര്യമാണ്. അതിപ്പോൾ പാർട്ടികളൊന്നും ആലോചിച്ചിട്ടില്ല. അത് വേറൊരു കാര്യമാണ്. അത് പാർട്ടികളും മുന്നണിയൊക്കെ ആലോചിക്കുന്ന ഘട്ടത്തിലല്ലേ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുള്ളൂ. അത്തരം ആലോചനകളില്ല, ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഒക്കെ പറയേണ്ട കാര്യം. അത് അവരാലോചിക്കുക, നമ്മളാലോചിക്കുക, മുന്നണി ആലോചിക്കുക, അത് വേറെ അങ്ങനത്തെ അജണ്ടകൾ വന്നിട്ടില്ല. പക്ഷേ പബ്ലിക്കിൽ വന്നിരിക്കുന്ന ഗൗരവമുള്ള ജനകീയ പ്രശ്നങ്ങളിൽ UDF പ്രതികരിക്കും. അതേപ്പം പറയാൻ പറ്റും. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം ചന്ദ്രഗിരി പാലം വരെയുള്ള റോഡ് അറ്റകുറ്റപ്പണി പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയായില്ല. പ്രവൃത്തി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് അധികൃതരുടെ അറിയിപ്പ്. റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിന്റെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതിന്റെയും ദുരിതം പേറുന്ന ഡ്രൈവർമാരിലും യാത്രക്കാരിലും പ്രവൃത്തി ദിനം കൂട്ടിയത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം ചന്ദ്രഗിരി പാലം ഭാഗത്ത് ഓഗസ്റ്റ് 29-നാണ് റോഡടച്ച് നവീകരണം തുടങ്ങിയത്. 10 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണമെന്നറിയിച്ചായിരുന്നു പ്രവൃത്തി തുടങ്ങിയത്. എന്നാൽ പറഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ അധികൃതർക്കായില്ല. പ്രവൃത്തി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കുമെന്നാണ് അധികൃതരുടെ പുതിയ അറിയിപ്പ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ജില്ലയിലെ തന്നെ പ്രധാന പാത അടച്ചിട്ടത് വലിയ ഗതാഗത പ്രശ്നമാണ് സൃഷ്ടിക്കുന്നത്.
കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കുന്നതിൻ്റെയും രൂക്ഷമായ ഗതാഗതക്കുരുക്കിൽ അകപ്പെടുന്നതിൻ്റെയും ദുരിതം പേറുന്ന ഡ്രൈവർമാരിലും യാത്രക്കാരിലും പ്രവൃത്തി തീരുവാൻ ഇനിയും കൂടുതൽ ദിവസങ്ങൾ വേണമെന്ന അറിയിപ്പെത്തിയത് കടുത്ത പ്രതിഷേധത്തിനാണ് ഇടയാക്കുന്നത്. റോഡ് അടച്ചിട്ടതിനെ തുടർന്ന് മംഗലാപുരം ഭാഗത്തു നിന്നും വരുന്ന വലിയ ചരക്ക് വാഹനങ്ങൾ കുമ്പളയിൽ നിന്നും സീതാങ്കോളി ബദിയെടുക്ക ചെർക്കള വഴി NH റോഡിൽ കയറിയാണ് യാത്ര തുടരുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്ന് വരുന്ന വലിയ വാഹനങ്ങൾ മാവങ്കാൽ വഴി ദേശീയപാതയിൽ കൂടിയാണ് വരുന്നത്. കാസർഗോഡ് ഭാഗത്തു നിന്നും മേൽപ്പറമ്പ് ഭാഗത്തേക്ക് ഇരുചക്ര വാഹനങ്ങളും 4 ചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും പുലിക്കുന്ന് ബജാജ് ഷോറൂം റോഡിൽ കൂടി കയറി ചന്ദ്രഗിരി പാലം വഴിയും തിരിച്ച് കാസർഗോട്ടേക്കുള്ള വാഹനങ്ങൾ പഴയ SP ഓഫീസ് മുനിസിപ്പാലിറ്റി റോഡിലൂടെയുമാണ് എത്തുന്നത്. കാഞ്ഞങ്ങാട്ടിൽ നിന്നും കാസർഗോട്ടേക്ക് വരുന്ന KSRTC ബസ്സുകൾ ചന്ദ്രഗിരി പാലം വരെയാണ് സർവീസ് നടത്തുന്നത്. ഇത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. യാത്രക്കാർ ഇവിടെ ഇറങ്ങി നടന്നോ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ചോ ടൗണിലെത്തേണ്ട അവസ്ഥയാണുള്ളത്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നതിനെ തുടർന്ന് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്ന ചട്ടഞ്ചാൽ, ചെർക്കള, നായന്മാർ മൂല, വിദ്യാനഗർ പാതയിൽ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി റോഡ് തുറന്നു നൽകണമെന്നാണ് ഡ്രൈവർമാർ അടക്കമുള്ളവരുടെ ആവശ്യം. ഇത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ട് പിന്നെ ചെമ്മനാട് ഭാഗത്തുനിന്നും കാസർഗോഡ് ഭാഗത്തുനിന്നും നടന്ന് ജനങ്ങൾ പോകുന്നുണ്ട്. ആ സമയം നോക്കുമ്പോൾ ഇവർ ദ്രുതഗതിയിൽ പണിയെടുക്കണമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് ഒരു 4 പണിക്കാരെ വെച്ചിട്ട് സൈഡിൽ എന്തോ ചെയ്യുന്നുണ്ടല്ലാണ്ട് ഇന്നലെ നല്ല വെയിലാണ്. ആ വെയിലുള്ള സമയത്തും പോലും ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ നടന്നുകൊണ്ടായത്. അപ്പോൾ അത് വളരെ വിഷമായി. അതുപോലെ ഈ കാസർഗോഡ് നിന്ന് വരുന്ന വണ്ടികളെല്ലാം നമ്മളെ ജഗദംബാദേവി ക്ഷേത്രം, ഐവർ ഭഗതി, സൈൻ മോട്ടോർസ് ആയിട്ടാണ് പോകുന്നുള്ളത്. അപ്പോൾ ആ പോകുന്ന സമയത്ത് ആ മുനിസിപ്പാലിറ്റി ചെയ്ത് കൊടുത്ത റോഡൊക്കെ നശിച്ച് ഫുള്ള് എന്താ പറയുക കാണുന്നില്ല. അപ്പോൾ അതെല്ലാം ഓർത്താണ് ഞങ്ങൾ നോക്കാൻ പോയത്. നോക്കുന്ന സമയത്ത് പിന്നെ അവിടുത്തെ ദയാദിവസം കണ്ട് വളരെ അതുമാത്രമല്ല തൊട്ടടുത്ത് നവരാത്രി ഉത്സവമാണ് അവിടെ അമ്പലത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കാന്നുള്ളതാണ്. പക്ഷേ പിന്നെ നടക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഒരു ജോലി ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ കഴിവതും നിങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് എത്ര പെട്ടെന്ന് ഈ ജോലി തീർക്കണമെന്നാണ് ഞങ്ങളവർ അഭ്യർത്ഥന. റോഡ് മുഴുവനായി തകർന്നിരിക്കുന്ന പഴയ പ്രസ് ക്ലബ് ജംഗ്ഷന് സമീപം പുലിക്കുന്നിൽ 45 മീറ്റർ ഇന്റർലോക്ക് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. ഇതിനായി 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. മഴയുണ്ടായതാണ് നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതുമെന്നും പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് തുറന്നു കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് വിഷയത്തിൽ അധികൃതർ നൽകുന്ന വിശദീകരണം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ദേശീയപാതയിലെ ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ പുലിക്കുന്ന് വരെയുള്ള റോഡ് 10 ദിവസമായി അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിട്ട് വാഹനയാത്രക്കാർ വലിയ അസൗകര്യം നേരിടുന്ന സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ പ്രവൃത്തി പൂർത്തീകരിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി, KCN ന്യൂസ്, കാസർഗോഡ്. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഒക്ടോബർ 5-ലേക്ക് മാറ്റി. കേസ് രാഷ്ട്രീയ പ്രേരിതവും കെട്ടിച്ചമച്ചതാണെന്നും ആരോപിച്ച് സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും സമർപ്പിച്ച ഹർജിയിലാണ് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചത്. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ വിടുതൽ ഹർജിയിൽ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി വിധി പറയുന്നത് ഒക്ടോബർ 5-ലേക്ക് മാറ്റി. കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കെട്ടിച്ചമച്ചതാണെന്നാരോപിച്ച് സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും 2023 സെപ്റ്റംബറിൽ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയായത്. തുടർന്ന് ഇന്ന് വിധി പറയാനിരുന്നതാണ് കോടതി 5-ാം തീയതിയിലേക്ക് മാറ്റിയത്. അന്ന് K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ഹർജിക്കാരും നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കൈക്കൂലി വാങ്ങിയയാൾക്കെതിരെയും എന്തുകൊണ്ട് കേസെടുത്തില്ലെന്ന് വാദത്തിനിടെ കോടതി ആരാഞ്ഞു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന K. സുന്ദരിയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കൂലിയായി നൽകിയെന്നതാണ് കേസ്. LDF സ്ഥാനാർത്ഥിയായിരുന്ന VV രമേശൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത്. BJP നേതാക്കളായ K. ബാലകൃഷ്ണ ഷെട്ടി, സുനിൽ നായിക്, K. മണികണ്ഠ റായ്, Y. സുരേഷ്, ലോകേഷ് നോഡ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. കഴിഞ്ഞ ഒക്ടോബർ 25-നാണ് സുരേന്ദ്രനും മറ്റ് 5 പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം നേടിയത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം, ഭീഷണിപ്പെടുത്തൽ, തടഞ്ഞു നിർത്തുക, തെരഞ്ഞെടുപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കർഷക ക്ഷേമനിധി ബോർഡ് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർകോട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ നിയമം നടപ്പാക്കുന്ന ഒരു രാജ്യമാണിത്. ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷ്യോൽപാദനം നടക്കുക എന്നതാണ് ആവശ്യമായിട്ടുള്ളത്. ഭക്ഷ്യോൽപാദനം നടക്കണമെങ്കിൽ കർഷകന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. കർഷകന് അതിനു വേണ്ടുന്ന ഒട്ടേറെ സഹായങ്ങളും സഹകരണവും സർക്കാരുകളുടെ ഭാഗത്തു നിന്നും വിവിധ ഏജൻസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ വിധത്തിൽ ഈ സമ്മേളനങ്ങളെല്ലാം നിങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വരുംകാലത്ത് നമ്മുടെ സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ, ആ സംഘടനയെ ശക്തിപ്പെടുത്തുക വഴി നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന് പുതിയ ഉണർവുണ്ടാക്കാൻ, ദേശീയ രാഷ്ട്രീയത്തിൽ അപകടകരമായി നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായി ചെറുത്തുനിൽപ്പിന് കൂടുതൽ ശക്തി പകരാൻ ആവശ്യമായ വിധത്തിൽ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് കരുത്തുള്ളതാക്കി മാറ്റാൻ നിങ്ങളുടെ ഇടപെടൽ അത്യാവശ്യമാണ്. സംഘാടക സമിതി ചെയർമാൻ T. കൃഷ്ണൻ, കൺവീനർ K. കുഞ്ഞിരാമൻ, കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറി P. തുളസീദാസ് മേനോൻ, A. പ്രദീപൻ, BKMU ജില്ലാ സെക്രട്ടറി M. കുമാരൻ, ജില്ലാ ട്രഷറർ M. കൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി ബങ്കളം P. കുഞ്ഞികൃഷ്ണൻ, M. ജനാർദ്ദനൻ, MV കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. KP സഹദേവൻ, ജയറാം ബല്ലംകൂടൽ, PP നാരായണൻ എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനം നിയന്ത്രിച്ചു. BP അഗ്ഗിത്തായ, M. നാരായണൻ നായർ, MG മണിയാണി, M. കുഞ്ഞമ്പു നായർ ബേനൂർ, TK നാരായണൻ കള്ളാർ, ചനിയ കൊമങ്കള, U. നാരായണൻ കയ്യൂർ, AK രാജപ്പൻ, ബാലകൃഷ്ണൻ നമ്പ്യാർ രാവണീശ്വരം എന്നിവരെ CPI ജില്ലാ സെക്രട്ടറി CP ബാബു ആദരിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ പ്രസിഡന്റായി ബങ്കളം P. കുഞ്ഞികൃഷ്ണൻ, സെക്രട്ടറിയായി K. കുഞ്ഞിരാമൻ, വൈസ് പ്രസിഡന്റുമാരായി ജയറാം ബല്ലംകൂടൻ, V. സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായി KP സഹദേവൻ, PP നാരായണൻ, ട്രഷററായി M. കൃഷ്ണൻ എന്നിവരെ തെരഞ്ഞെടുത്തു. കർഷകരുടെ ക്ഷേമത്തിനായി സംസ്ഥാന സർക്കാർ പാസാക്കിയ കർഷക ക്ഷേമനിധി ബോർഡ് കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന രീതിയിൽ നടപ്പിലാക്കണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർകോട്. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. കേരള ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികൾക്ക് പ്രാധാന്യം നൽകി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കാസർകോട്ട് കേരള ബാങ്ക് ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. K. പ്രഭാവതി അധ്യക്ഷത വഹിച്ചു. വിരമിച്ച ജീവനക്കാരെ CITU ജില്ലാ ജനറൽ സെക്രട്ടറി സാബു എബ്രഹാം ആദരിച്ചു. സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് TR രമേശ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CN മോഹനൻ, ബെഫി ജില്ലാ പ്രസിഡന്റ് EP സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി K. രാഘവൻ, വൈസ് പ്രസിഡന്റുമാരായി M. വിജയകൃഷ്ണ, M. ഗോപിനാഥൻ, EK കൽപ്പന, സെക്രട്ടറിയായി T. രാജൻ, ജോയിന്റ് സെക്രട്ടറിമാരായി V. ബാലഗോപാലൻ, AK ആശ, T. നിശാന്ത്, ട്രഷററായി AK മോഹനൻ എന്നിവരെ തെരഞ്ഞെടുത്തു. മൾട്ടി സ്റ്റേറ്റ് സഹകരണ സൊസൈറ്റികൾക്ക് പ്രാധാന്യം നൽകി കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര നീക്കം ചെറുക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർകോട്. പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 3ാമത് നാഷണൽ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആസിഫ് മാളികയ്ക്ക് ഗോൾഡ് മെഡൽ. ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ണറും മുൻ കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റും അറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോഗറുമായ ആസിഫ് മാളികയുടെ നേട്ടം കാസർഗോഡിന് അഭിമാനം പകരുന്നതായി. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ കർണാടകയിലെ ദാവൻകരയിലെ KEB എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ ഹാളിൽ സംഘടിപ്പിച്ച 3ാമത് നാഷണൽ മാസ്റ്റേഴ്സ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ കാസർഗോഡ് നിന്നുമുള്ള ആസിഫ് മാളിക തെക്കിൽ ആൻറ്റിക് ഗോൾഡിന് ഗോൾഡ് മെഡൽ. പവർ ലിഫ്റ്റിംഗിൽ 40+ ഏജ് വിഭാഗത്തിൽ 83 കിലോഗ്രാം കാറ്റഗറിയിൽ മാസ്റ്റർ 1ലാണ് ആസിഫ് മാളിക സ്വർണ്ണമണിഞ്ഞത്. ആസിഫിനെ കൂടാതെ കാസർഗോഡ് നിന്നുള്ള മറ്റ് 2 പേരും മത്സരത്തിൽ പങ്കെടുത്തു. ആസിഫ് മാളിക പരിശീലനം നടത്തിയ കാസർഗോഡ് കറന്തക്കാട്ടെ പ്യുവർ പെർഫോമൻസ് പേഴ്സണൽ ട്രെയിനിംഗ് സ്റ്റുഡിയോ കോച്ച് മദൻ റാവു, ദത്തപ്രസാദ് നായിക് എന്നിവരാണ് മത്സരത്തിനുണ്ടായത്.
മദൻ റാവു 30+ ഏജ് വിഭാഗത്തിൽ 93 കിലോഗ്രാം കാറ്റഗറിയിൽ സിൽവർ മെഡലും ദത്തപ്രസാദ് നായക് 40+ ഏജ് വിഭാഗത്തിൽ 93 കിലോഗ്രാം കാറ്റഗറിയിൽ സ്വർണ്ണ മെഡലും കരസ്ഥമാക്കി. ഈ 3 പേരും ഉൾപ്പെടെ കേരളത്തിൽ നിന്നും 22 പേർ മത്സരത്തിനുണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലെ മത്സരാർത്ഥികൾ ഉൾപ്പെടെ ആകെ 200 പേർ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കാസർഗോഡ് ആൻറ്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാർട്ട്ണറും മുൻ കാസർഗോഡ് ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റും നിലവിലെ കാസർഗോഡ് ലയൺസ് ക്ലബ്ബ് ജില്ലാ അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറിയും അറിയപ്പെടുന്ന യൂട്യൂബ് വ്ളോഗറുമായ ആസിഫ് മാളിക മികച്ച പ്രകടനത്തിലൂടെയാണ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. ആസിഫ് മാളികയുടെ നേട്ടം ആൻറ്റിക് ഗോൾഡിനും ലയൺസ് ക്ലബ്ബിനും ഉൾപ്പെടെ അഭിമാനം പകരുന്നതായി മാറി. നേരത്തെ പ്യൂർ പെർഫോമൻസ് പേഴ്സണൽ ട്രെയിനിങ് സ്റ്റുഡിയോയുടെ സ്പോൺസർഷിപ്പിൽ കാസർഗോഡ് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല എക്യുപ്ഡ് ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിലും ആസിഫ് മാളിക 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. മാസ്റ്റർ 1-ൽ 83 കിലോഗ്രാം വിഭാഗത്തിലാണ് ആസിഫ് മാളിക അന്ന് സ്വർണ്ണമണിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പൊതുപ്രവർത്തനത്തിലും കാർഷിക ആരോഗ്യ മേഖലകളിലും ഉദിനൂർ ഗ്രാമത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയവർക്ക് നബിദിനാഘോഷ സമാപന ചടങ്ങിൽ അവാർഡുകൾ നൽകിയത് നാടിന് മാതൃകയായി. ഉദിനൂർ സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയ ടാലന്റ് അവാർഡ് ചന്ദേര പോലീസ് സബ് ഇൻസ്പെക്ടർ കെ രാമചന്ദ്രൻ വിതരണം ചെയ്തു. സുന്നി പ്രസ്ഥാനത്തിൻ്റെ മൺമറഞ്ഞു പോയ നേതാക്കളായ സി അബ്ദുല്ല ഹാജി, എ.കെ. ഉസിനാർ ഹാജി, പുത്തലത്ത് ബാവ എന്നിവരുടെ പേരിലാണ് ഈ വർഷത്തെ 3 അവാർഡുകളും ഏർപ്പെടുത്തിയിരുന്നത്. കാർഷിക രംഗത്തെയും പൊതുപ്രവർത്തന മേഖലയിലെയും ആരോഗ്യരംഗത്തെയും മികവ് പരിഗണിച്ചാണ് ടാലന്റ് അവാർഡ് സമ്മാനിച്ചത്. ഉദിനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും സുന്നി പ്രസ്ഥാനത്തിന് ഒട്ടേറെ സംഭാവനകൾ അർപ്പിച്ച് മികച്ച പൊതുപ്രവർത്തകനുള്ള അവാർഡ് ജനാബ് എ.ബി. അബ്ദുല്ല മാസ്റ്റർക്കും, മികച്ച കർഷകനുള്ള അവാർഡ് ലത്തീഫ് സപ്നയ്ക്കും, 80 പിന്നിട്ട സൈക്കിൾ യാത്രികനും ആരോഗ്യ പരിപാലകനുമായ കെ.പി. നാരായണൻ എന്ന കുഞ്ഞമ്പുവിനുമാണ് അവാർഡുകൾ സമർപ്പിച്ചത്. നബിദിനാഘോഷ സമാപന ഭാഗമായി നടന്ന ചടങ്ങിൽ ചന്ദേര എസ്.ഐ. കെ. രാമചന്ദ്രൻ അവാർഡുകൾ വിതരണം ചെയ്തു. നബിദിനം സാധാരണ നമ്മുടെ മുൻകാലങ്ങളിൽ കാണുന്നത് ഒരു നബിദിന റാലി നടത്തുക, അതോടുകൂടി ആ പരിപാടി അവസാനിക്കുന്നതാണ്. എന്നാൽ ഇന്ന് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഉദിനൂർ സുന്നി സെൻ്റർ വിവിധ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഘടനയ്ക്ക് വേണ്ടി വർഷങ്ങളായി ആത്മാർത്ഥ സേവനമർപ്പിക്കുന്ന MTP അബൂബക്കർ മൗലവി, TC മുഹമ്മദ് സാനി, N അബ്ദുൽ റഷീദ് ഹാജി, T മുഹമ്മദ് കുഞ്ഞി ഹാജി, AG ഹാരിസ്, N ഇബ്രാഹിം കുട്ടി, C അക്ബർ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ഡോക്ടർ റിയാസ് തച്ചോളി, അബ്ദുൽ ഷുക്കൂർ കോളയത്ത്, MTP അബ്ദുൽ റഹ്മാൻ ഹാജി, TP അബ്ദുൽ സലാം ഹാജി, KC ഹുസൈൻ സഖാഫി, T അബ്ദുല്ല മാസ്റ്റർ, TC ഖലീഫ, T അഷ്റഫ് പുത്തലത്തലി, റസാഖ് പുഴക്കര എന്നിവർ സംസാരിച്ചു. ഉദിനൂർ താജുൽ ഉലമ സുന്നി മദ്രസ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരത്തെ SAT സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി അന്തർ സ്കൂൾ കോളേജ് തല മത്സരങ്ങൾ സംഘടിപ്പിച്ചു. അനന്തേശ്വര ക്ഷേത്രം പ്രസിഡന്റ് T ഗണപതി പൈ ദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ಇವತ್ತಿನ ಒಂದು ಸ್ಪರ್ಧಾತ್ಮಕ ಒಂದು ಜಗತ್ತಿನಲ್ಲಿ ಖಾಲಿ ನಾವು ಶಾಲೆಗೆ ಹೋಗಿ ವಿಶೇಷವಾಗಿ ಅಂಕ ಪಡೆದುಕೊಂಡು ಪಾಸ್ ಆದರೆ ಅದರಿಂದ ಏನೂ ಸಾಧನೆ ಮಾಡಲಿಕ್ಕೆ ಕಷ್ಟ ಇದೆ. ನೀವು ಇವತ್ತಿನ ದಿವಸ ನೋಡ್ಬೋದು, ಅನೇಕ ವಿದ್ಯಾರ್ಥಿಗಳು ಗ್ರ್ಯಾಜುಯೇಷನ್, ಮಲ್ಟಿ ಗ್ರ್ಯಾಜುಯೇಷನ್ ಎಲ್ಲ ಮಾಡಿಕೊಂಡು ಕೆಲಸ ಇಲ್ಲದೆ ಇದ್ದಾರೆ. ಯಾಕಂದರೆ ಅವರಲ್ಲಿ ಇರುವಂಥ ಒಂದು ಕಲೆ, ಅವರ ದಟ್ ಇಂಡಿವಿಜುವಲ್ ಪರ್ಸನಾಲಿಟಿ ಡೆವಲಪ್ಮೆಂಟ್ ಇಲ್ಲ. ಇವತ್ತು ನೀವು ಈ ಸ್ಪರ್ಧೆಯಲ್ಲಿ ಭಾಗವಹಿಸೋದ್ರಿಂದ ನಿಮಗೆ ನಿಮ್ಮ ಮುಂದಿನ ಜೀವನಕ್ಕೆ ಬಹಳ ಒಂದು ಉಪಯೋಗವಾಗುವಂಥ ಒಂದು ಅವಕಾಶ ಇದೆ. മഞ്ചേശ്വരത്തെ SAT സ്കൂളിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെയും മംഗളൂരുവിലെയും വിവിധ സ്കൂളുകളും കോളേജുകളും പങ്കെടുത്ത മത്സരങ്ങൾ വ്യത്യസ്ത വേദികളിൽ നടന്നു.
മുഖ്യാതിഥിയായി മഞ്ചേശ്വരം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രാജഗോപാൽ പങ്കെടുത്തു. യോഗത്തിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജർ രേണു നായർ, പഞ്ചായത്ത് ജീവനക്കാരൻ ജോയ്, ബാങ്ക് റീജിയണൽ മാനേജർ ഉഷ AC, മഞ്ചേശ്വരം പഞ്ചായത്ത് അംഗം സുപ്രിയ ഷേണായ്, പ്രശാന്ത് ഹെഗഡെ, നിതിൻ ചന്ദ്രപ്പൈ തുടങ്ങിയവരും പങ്കെടുത്തു. അബ്ദുൽ റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമാസമായ റബിയുൽ അവ്വലിൽ വീടുകളിൽ മൗലീദ് വിരുന്നൊരുക്കി കുരുന്നുകൾ. കളത്തൂർ മദീന മക്തൂം പള്ളിക്കു കീഴിലെ മദ്രസത്തുൽ ബദ്രിയയിലെ കുരുന്നുകളാണ് മൗലീദ് വിരുന്ന് സംഘടിപ്പിച്ചത്. വർഷങ്ങളായി നാട്ടിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ റബിയുൽ അവ്വലിൽ വീടുകളിൽ മൗലീദ് വിരുന്നൊരുക്കി വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി മൗലീദ്, ബുർത്ത, കവാലി, മദ്ഹ് ഗാനം, ഖുർആൻ ഓത്ത് തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ മദ്രസത്തുൽ ബദ്രിയയിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ മൗലീദ് വിരുന്ന് ശ്രദ്ധേയമാവുകയാണ്. മദ്രസയിലെ സദർ മുഅല്ലിം KM കളത്തൂരും ഖതീബ് സുലൈമാൻ സഖാഫി ദേശാംകുളം, സിറാജുദ്ദീൻ അഹ്സനി തുടങ്ങിയ ഉസ്താദുമാരുമാണ് കുട്ടികൾക്ക് മൗലീദ് പാരായണ പരിശീലനം നൽകുന്നത്. ഓരോ മാസവും വ്യത്യസ്ത പരിപാടികളുമായി വേറിട്ട് നിൽക്കുകയാണ് കളത്തൂർ മദീന മക്തൂമിലെ അൽ മദ്രസത്തുൽ ബദ്രിയ വിദ്യാർത്ഥികൾ. റബിയുൽ അവ്വലിൽ വീടുകളിൽ കേന്ദ്രീകരിച്ച ബുർദ മൗലീദ് സദസ്സുകളും നടത്തി വരുന്നു. ഞങ്ങൾ കളത്തൂർ മദീന മക്തൂം അൽ മദ്രസത്തുൽ ബദ്രിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഞങ്ങളുടെ ഉസ്താദായ സുലൈമാൻ സഖാഫി ദേശാംകുളം ഉസ്താദും KM ഉസ്താദും സിറാജുദ്ദീൻ ഉസ്താദും തിരഞ്ഞെടുക്കപ്പെട്ട 4 സംഘങ്ങളിലായി ഞങ്ങൾ 50ഓളം വരുന്ന വീടുകളിൽ മൗലീദ് പാരായണം ചെയ്തു വരുന്നു. ഇത് 3ാമത്തെ വർഷമാണ് ചെയ്യുന്നത്. മറ്റു മാസങ്ങളിൽ റിഫായി മാല ആസ്വാദനം, രോഗികളെയും വൃദ്ധസദനങ്ങളെയും സന്ദർശിക്കുന്ന സ്നേഹസ്പർശം, നാട്ടിൽ നിന്നും മരിച്ചവരെ അനുസ്മരിച്ച് ഖത്തമുൽ ഖുർആൻ സദസ്, നീന്തൽ പരിശീലനം, സ്പോർട്സ്, ഭാഷാ പഠന പരിശീലനം, എഴുത്ത്, പ്രസംഗ പരിശീലനം, പെൺകുട്ടികൾക്ക് പാചക പരിശീലനം തുടങ്ങിയ വ്യത്യസ്ത പരിപാടികളാണ് ഈ മദ്രസയിൽ SBS-ന്റെ കൂട്ടായ്മയിൽ വിദ്യാർത്ഥികൾ നടത്തി വരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഒക്ടോബർ 21, 22, 23 തീയതികളിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രഥമ ഒളിമ്പിക് സ്കൂൾ കായികമേളയ്ക്ക് ഒരുക്കങ്ങൾ ആരംഭിച്ചു. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആതിഥേയത്വത്തിൽ നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായികമേളയ്ക്ക് സംഘാടക സമിതി രൂപീകരിച്ചു. ഒക്ടോബർ 9 മുതൽ ചിറ്റാരിക്കാൽ കാസർഗോഡ് ഉപജില്ലകളിലും 16 മുതൽ ചെറുവത്തൂർ ഹൊസ്ദുർഗ് ഉപജില്ലകളിലും കായികമേളകൾ പൂർത്തീകരിച്ച് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ഓരോ ഇനത്തിലും 1 മുതൽ 3 സ്ഥാനങ്ങളിലെത്തുന്നവരാണ് റവന്യൂ ജില്ലാ കായികമേളയിൽ മാറ്റുരയ്ക്കാനെത്തുക. 7 ഉപജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 126 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. റവന്യൂ ജില്ലാ കായികമേളയിൽ ഒക്ടോബർ 21 ആദ്യ ദിനം ക്രോസ് കൺട്രി മത്സരങ്ങളും ജില്ലാ ത്രോസ് ഇനങ്ങളുമാണ് നടക്കുക. 2600 കായിക താരങ്ങളും 100-ൽ പരം ഒഫീഷ്യലുകളും പങ്കെടുക്കുന്ന കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. ചായോത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കായികമേഖലയിൽ നല്ല ഇടപെടലാണ് ജില്ലാ പഞ്ചായത്ത്. ഈ വർഷം തന്നെ 4 കോടിയോളം രൂപ ഗ്രൗണ്ടുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ചായോത്ത് ഗ്രൗണ്ട് മെച്ചപ്പെടുത്താൻ 15 ലക്ഷം രൂപ നീക്കിവെച്ചപ്പോൾ എസ്റ്റിമേറ്റ് 10 ലക്ഷത്തോളം അധികരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരിക്കുന്ന ആ തുക ഇപ്പോൾ നീക്കിവെച്ചതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റ് സ്കൂളുകൾ 10ഓളം സ്കൂളുകളിലെ ഗ്രൗണ്ടുകൾ മെച്ചപ്പെടുത്താൻ, കാരണം ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു ഗെയിംസ് നടത്താനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ജില്ലാ പഞ്ചായത്ത് തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ K ശകുന്തള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ അശോകൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ K അരവിന്ദ, ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി TR പ്രീതിമോൾ, പഞ്ചായത്ത് അംഗം P ധന്യ, PTA പ്രസിഡന്റ് K ബിജു, ചിറ്റാരിക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ M രത്നാകരൻ, P സച്ചിൻകുമാർ, N സന്തോഷ്, K ഷാനി, P ദീപേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രവി ചെയർമാനും കാസർഗോഡ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ PV മധുസൂദനൻ ജനറൽ സെക്രട്ടറിയും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ K അരവിന്ദ ട്രഷററുമായി സംഘാടക സമിതി രൂപീകരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. KSEB പിലിക്കോട് സബ് ഡിവിഷന് കീഴിൽ 29 വർഷമായി താൻ ഓടിച്ച ജീപ്പ് പൊളിച്ചു വിൽക്കാൻ ലേലത്തിന് വെച്ചതിനു പിന്നാലെ ഡ്രൈവർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന പിലിക്കോട് പഞ്ചായത്തിലെ മാണിയാട്ട് സ്വദേശിയായ ചന്ദ്രൻ ഓഫീസിന്റെ പടിയിറങ്ങി.
35 വർഷത്തെ സർവീസിന് ശേഷവും കരാർ ജീവനക്കാരനായി തന്നെയാണ് പടിയിറങ്ങുന്നത്. 1989 നീലേശ്വരം മേജർ സെക്ഷനിൽ കരാർ ജീവനക്കാരനായാണ് ജോലിയിൽ കയറിയത്. പിന്നീട് പിലിക്കോട് മേജർ സെക്ഷനിൽ ലോറി എത്തിയപ്പോൾ ഡ്രൈവറായി. 1994 കൂത്തുപറമ്പ് വെടിവെപ്പിനെ തുടർന്നുണ്ടായ ജനരോഷത്തിൽ ലോറി കത്തി നശിക്കുകയായിരുന്നു. പിലിക്കോട് സബ് ഡിവിഷനായി ഉയർത്തപ്പെട്ട 1995 ജീപ്പുമായുള്ള ചന്ദ്രന്റെ ബന്ധം തുടങ്ങുന്നത്. 15 വർഷം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പുതുക്കി നൽകേണ്ടതില്ലെന്ന തീരുമാനം വന്നതോടെ ഇതിന്റെ ഇരട്ടിയോളം ഓടിക്കഴിഞ്ഞ ജീപ്പിനെ KSEB കണ്ടം ചെയ്തു. KSEBയുടെ സ്വന്തം പേരിലുള്ള കാസർഗോഡ് ജില്ലയിലെ ഏക ജീപ്പായിരുന്നു ഇത്. നേരത്തെ അവധിയിലായ ഒരു ദിവസം മറ്റൊരാൾ കണ്ണൂരിലേക്ക് ഓടിച്ചപ്പോൾ പുക വരുന്നതായി വിവരം കിട്ടിയയുടൻ രക്തസമ്മർദ്ദം കൂടി ആശുപത്രിയിലായിട്ടുണ്ട് ചന്ദ്രൻ. ജീപ്പുമായുള്ള ആത്മബന്ധം അത്രയ്ക്കാണെന്ന് ചുരുക്കം. സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ തന്നെയാണ് ഇദ്ദേഹം ജീപ്പിനെ കൊണ്ടു നടന്നത്. 24-ാം വയസ്സിൽ ജോലിയിൽ കയറിയ ചന്ദ്രന് ഇപ്പോൾ 60 പ്രായം. 35 വർഷത്തെ സർവീസ് ഉണ്ടായിട്ടും സ്ഥിര നിയമനമില്ലാതെയാണ് പടിയിറങ്ങേണ്ടി വരുന്നതെന്ന ഖേദമുണ്ട് ചന്ദ്രന്. ഇതിനിടയിൽ KSRTC വിളിച്ചിട്ടും പോകാതെ KSEBയെ സേവിച്ചതാണ്. എന്നെങ്കിലും സ്ഥിരപ്പെടുത്തുമെന്നായിരുന്നു വിശ്വാസം. പക്ഷേ അതുണ്ടായില്ലെന്ന് മാത്രം. ഓഫീസ് പരിധിയിൽ വൈദ്യുതി മുടക്കമുണ്ടായാൽ ആളുകൾ ആദ്യം വിളിക്കുന്നത് ഡ്രൈവർ ചന്ദ്രനെയാണ്. ഏത് പാതിരാത്രിയിലും വിളിച്ചാൽ ഫോണിന്റെ മറുതലയ്ക്കൽ ഇദ്ദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പാണെന്ന് നാട്ടുകാരും പറയുന്നു. കമ്പി വലിക്കാനും തൂണിടാനും ഫ്യൂസ് കെട്ടാനും ജീവനക്കാരുടെ കൂടെയുണ്ടാകും. 6 പഞ്ചായത്തുകളുടെ പരിധിയിലുള്ള സബ് ഡിവിഷനിൽ വെയിലത്തും മഴയത്തും കൂരിരുട്ടിലും പെടാപ്പാട് പെടുന്ന വൈദ്യുത വകുപ്പ് ജീവനക്കാരുടെ കൂടെ സമയം നോക്കാതെയായിരുന്നു ചന്ദ്രൻ ഇത്രയും കാലം കഴിഞ്ഞത്. 35 വർഷക്കാലം ചന്ദ്രനൊപ്പം ജോലി ചെയ്ത വ്യത്യസ്ത തലത്തിലുള്ള KSEB ജീവനക്കാർ ചേർന്ന് ഡ്രൈവർ ചന്ദ്രന് ജനകീയ യാത്രയയപ്പ് നൽകി. നടക്കാവിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K സഹജൻ അധ്യക്ഷത വഹിച്ചു. J മധുലാൽ ഉപഹാരം നൽകി. PV മധുസൂദനൻ, KM അജിത് കുമാർ, K ഉണ്ണികൃഷ്ണൻ, V ജനാർദ്ദനൻ, മഹേഷ് കരിമ്പിൽ, രാഘവൻ കുളങ്ങര, KP രാമചന്ദ്രൻ, P കൃഷ്ണൻ, C ഭാസ്കരൻ, P കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ രാമന്തളി ഗവൺമെന്റ് MUP സ്കൂളിലെ ദാക്ഷായണിയാണ് ചന്ദ്രന്റെ ഭാര്യ. നിധിന, നിഖിൽ എന്നിവർ മക്കളാണ്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഓണം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുമായി ശ്രീ ദുർഗ ഫ്രണ്ട്സ് മീപ്പുകുരി വീണ്ടും എത്തിയപ്പോൾ ഒരു നാടിന് അത് ഉത്സവ കാഴ്ചയായി മാറി. ആഘോഷവും ആവേശവും സമന്വയിക്കുന്ന ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾക്കാണ് ഞായറാഴ്ച മീപ്പുകുരിയുടെ മണ്ണ് സാക്ഷ്യം വഹിച്ചത്. മീപ്പുകുരി ശ്രീ ദുർഗ ഫ്രണ്ട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഓണം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി, ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ പരിപാടികൾ നാടിന് ഉത്സവ നിറവേകി. മീപ്പുകുരി ശ്രീ ദുർഗ പരമേശ്വരി ക്ഷേത്രം ട്രസ്റ്റി കൃഷ്ണകുമാർ ശർമ്മ ദീപോജ്വലനം നടത്തി. കൂഡ്ലു ഗോപാലകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി KG ഷാൻഭോഗ് അതിഥിയായി പങ്കെടുത്തു. റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ മോഹനൻ മീപ്പുകുരി, മധൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗോപാലകൃഷ്ണ, രഘു മീപ്പുകുരി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ദുർഗ ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രസിഡന്റ് രമേശ് ഷെട്ടി കാളിയങ്കാട് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഗംഗാധര KJ സ്വാഗതം പറഞ്ഞു. ജോയിന്റ് സെക്രട്ടറി വസന്തകുമാർ S, ലോകേഷ് മീപ്പുകുരി, ഗണേഷ് മീപ്പുകുരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വൈവിധ്യമാർന്ന വിപുലമായ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾ നടന്നു. വീറും വാശിയും നിറഞ്ഞ കമ്പവലി മത്സരം കാഴ്ചക്കാരെ ആവേശലഹരിയിലാഴ്ത്തി. ചട്ടിപൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ മത്സര ഇനങ്ങൾ പരിപാടിക്ക് ആഘോഷപ്പൊലിമ പകർന്നു. ആഘോഷവും ആവേശവും സമന്വയിക്കുന്ന ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക വിനോദ പരിപാടികൾ മീപ്പുകുരിയുടെ മണ്ണിൽ ഉത്സവമേളം തീർത്തു. നാഗരാജ് കൊട്ടയാറിൻ്റെ സ്പോൺസർഷിപ്പിൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് മംഗളൂരുവിലെ കന്നഡ ചാനലായ ചാനൽ 9 സംഘടിപ്പിച്ച വീഡിയോ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ ഹിമാനി ലോകേഷിനെ മീപ്പുകുരി ശ്രീ ദുർഗ ഫ്രണ്ട്സ് ക്ലബ്ബ് സമ്മാനം നൽകി അനുമോദിച്ചു. 300ഓളം മത്സരാർത്ഥികളുണ്ടായ മത്സരത്തിൽ ഇവരെയെല്ലാം പിന്തള്ളിയാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വീഡിയോ മത്സരത്തിൽ ഹിമാനി ലോകേഷ് 1ാം സ്ഥാനം നേടിയത്.
ചടങ്ങിൽ കലാകായിക വിനോദ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡേഴ്സ് ഉദ്യോഗസ്ഥ കൂട്ടായ്മയായ ഓൾ കേരള MLSP അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ചീഫ് അഡ്വൈസർ AP പ്രബിൻ ഉദ്ഘാടനം ചെയ്തു. പൊതുജനാരോഗ്യ മേഖലയിലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരുടെ സംഘടനയായ MLSP അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിൽ നടന്നു. ചീഫ് അഡ്വൈസർ AP പ്രബിൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MJ സീനിയ അധ്യക്ഷയായി. CO സജി, KV ബാബു, പ്രേസ് മാത്യൂസ്, M അജിത്, KS വിനീത്, V സൗമ്യ, സ്മിത P ഐസക് എന്നിവർ സംസാരിച്ചു. AV കീർത്തി സ്വാഗതവും ശ്വേത സുകുമാരൻ നന്ദിയും പറഞ്ഞു. എല്ലാ മാസവും ശമ്പളം കൃത്യമായി ലഭിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പുതിയ ഭാരവാഹികളായി MJ സീനിയ പ്രസിഡന്റായും രാഖി സുരേന്ദ്രൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. AV കീർത്തി ജനറൽ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിമാരായി ശ്വേത സുകുമാരൻ, KV അശ്വതി എന്നിവരും തെരഞ്ഞെടുക്കപ്പെട്ടു. സ്മിത P ഐസക്കിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി നാട്. നവംബർ 6 മുതൽ 9 വരെ രാവണീശ്വരത്ത് നടക്കുന്ന കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ 6 മുതൽ 9 വരെ തീയതികളിലായാണ് ബേക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുക. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ലോഗോ പ്രകാശനം ചെയ്തു. മത്സരാടിസ്ഥാനത്തിൽ ക്ഷണിച്ച 10ഓളം എൻട്രികളിൽ നിന്ന് ഉണ്ണിരാജ് രാവണേശ്വരം തയ്യാറാക്കിയ ലോഗോയാണ് കലാമാമാങ്കത്തിനായി തെരഞ്ഞെടുത്തത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ശോഭ ലോഗോ പ്രകാശനം ചെയ്തു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ A അശോകൻ ലോഗോ ഏറ്റുവാങ്ങി. പബ്ലിസിറ്റി ചെയർമാൻ K ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബേക്കൽ AEO അരവിന്ദ K, അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K സബീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MG പുഷ്പ, PTA പ്രസിഡന്റ് P രാധാകൃഷ്ണൻ, SMC ചെയർമാൻ AV പവിത്രൻ, A പവിത്രൻ മാസ്റ്റർ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, K രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പബ്ലിസിറ്റി കൺവീനർ NK രാജേഷ് സ്വാഗതവും പ്രിൻസിപ്പാൾ K ജയചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സമാപിച്ചു. ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ലബോറട്ടറികളെയും ടെക്നീഷ്യന്മാരെയും സംരക്ഷിക്കണമെന്നും വൻകിട കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റം നിയന്ത്രിക്കണമെന്നും മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ബേക്കൽ ഇന്റർനാഷണൽ ഹാളിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രജീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ നിയമസഭയിൽ കൊണ്ടുവരികയും ആ സമയത്ത് മഹാരാഷ്ട്ര, മിസോറാം, ഗുജറാത്ത്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതേപടി മിനിമം സ്റ്റാൻഡേർഡ് നടപ്പിലാക്കിയപ്പോൾ അന്ന് രൂപീകരിച്ച ഈ സംഘടനയുടെ ശ്രമഫലം കൊണ്ട് തന്നെയാണ് അത് ഈ 2024 വരെയും ഇങ്ങനെ നീണ്ടുപോയത്. അപ്പം സംഘടനയിൽ മെമ്പറായതുകൊണ്ട് എന്ത് ഗുണമാണ് എന്നത് ഈ മേഖലയിൽ അതുവരെ പ്രവർത്തിച്ചവരും തുടർന്ന് പ്രവർത്തിച്ചു കൊണ്ടുള്ളവർക്കും ഉണ്ടായ വലിയ ഗുണകരമായ കാര്യമാണ്. ഒരുപാട് തവണ പൊല്യൂഷന്റെയും ഇമേജിന്റെയും ഒക്കെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതിപ്പോ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നിരവധി നേട്ടങ്ങൾ ഈ കാലയളവിനുള്ളിൽ സംഘടന ചെയ്തിട്ടുണ്ട്. സംഘടന ചെയ്തത് ഇവിടുത്തെ മെഡിക്കൽ ടെക്നീഷ്യന്മാർക്കും അതോടൊപ്പം തന്നെ ലബോറട്ടറി ഓണർമാർക്കും ഒക്കെ ഗുണകരമായ, ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ നിയമം വന്നപ്പോൾ ആ സമയത്ത് തന്നെ ഇടപെട്ടുകൊണ്ട് പല വിഷയങ്ങളിലും സംഘടന മുൻകാലങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് K രാജേന്ദ്രൻ അധ്യക്ഷനായി. MTP മുനീർ, V ഉമേഷ് കുമാർ, PK സുമേഷ്, KV ശ്രീനിവാസ്, K രാജേഷ്, അനീഷ് റാം, C ശ്രീജ, ഇന്ദിര എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി പാട്രിക് സ്വാഗതവും ജില്ലാ ട്രഷറർ M മോഹനൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂടങ്കല്ല് ചിറങ്കടവ് സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ബളാന്തോട് വെച്ച് നടത്തിയ ധർണാ സമരത്തിൽ പ്രതിഷേധമിരമ്പി. പാണത്തൂർ കാഞ്ഞങ്ങാട് സംസ്ഥാന പാതയിലെ പൂടംകല്ല് ചിറങ്കടവ് ഭാഗത്തെ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി. ബളാന്തോട് നഗരത്തിൽ നടത്തിയ ധർണാ സമരം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. KJ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് PV സുരേഷ്, രാജു കട്ടക്കയം, A കുഞ്ഞമ്പു, തോമസ് T തയ്യൽ, ജോണി തോലമ്പുഴ, S മധുസൂദനൻ, വിജയകുമാർ, രാധാ സുകുമാരൻ, സുപ്രിയ അജിത്, MM തോമസ്, സണ്ണി, ജോസ്, അജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. M ജയകുമാർ സ്വാഗതവും N വിൻസെന്റ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
PV അൻവറിന് ലീഗിലേക്കുള്ള ക്ഷണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി ആലോചിച്ചിട്ടില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. അൻവർ ഉന്നയിച്ചത് ജനകീയ പ്രശ്നങ്ങളാണെങ്കിൽ UDF ഏറ്റെടുക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി. കാസർഗോഡ് പുലിക്കുന്നിലെ അറ്റകുറ്റപ്പണി തീരാൻ ഇനിയും ഒരാഴ്ചയോളം എടുക്കും. ദുരിതമൊഴിയാതെ യാത്രക്കാരും ഡ്രൈവർമാരും. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കൊഴക്കേസ് വിടുതൽ ഹർജിയിൽ വിധി പറയുന്നത് ഒക്ടോബർ 5 മാറ്റി. അഖിലേന്ത്യാ കിസാൻ സഭ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം കാസർഗോഡ് നടന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂടംകല്ല് ചിറംകടവ് സ്റ്റേറ്റ് ഹൈവേ നിർമ്മാണത്തിൽ വരുന്ന കാലതാമസത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പനത്തടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ധർണാ സമരം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.